മുഖം കാണില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ പാർട്ട് 8 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് 9ാമത്തെ പാർട്ടാണ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പ്രശ്നം കൊണ്ട് ഇതിപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലും കുറേ ചെയ്തിരുന്നു. ഇതിനു മുമ്പേ ഒരു എപ്പിസോഡ് വരണ്ടായിരുന്നു. ശരിക്കും ഇതല്ല, ആ വീഡിയോ എടുത്തിരുന്നേ. പക്ഷെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ പോസ് എനിക്ക് ഗ്ലിച്ചായിട്ട് അതുകൊണ്ട് ഞാനത് കിട്ടിയില്ല. പിന്നെ ഡിലീറ്റും ചെയ്ത് അത് എത്ര 18 മിനിറ്റിനൊക്കെ വീഡിയോ ആണ്. അപ്പോൾ ചുരുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത്. ലെങ്ത്തിൻ്റെ പ്രശ്നമില്ല, പോസായതാണ്. വീഡിയോനെ പകുതി ഫുള്ളും ഗ്ലിച്ചാ. ഞാൻ ചെറുതായിട്ട് പറയണ ഭാഗം എൻ്റെ തലയെങ്കിലും കാണിക്കണം മൈൻക്രാഫ്റ്റിൽ. അത്രേ ഉള്ളൂ ഗൈസ്. അതാണ് ഞാൻ അത് മാറ്റാൻ വിചാരിച്ച്. നേരെ ഡിലേ ആക്കാൻ നേരം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കാര്യങ്ങൾ പിങ്ക് ഷീപ്പിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് കാണിച്ചായിരുന്നു. അറിയില്ല കേട്ടോ, ഇങ്ങനെ മറന്നുപോയി. പിങ്ക് ഷീപ്പിനെ കാണിച്ച്. പിന്നെ നമ്മളിത് സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചിരുന്നല്ലോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയക്ക്. സ്റ്റോറേജ് നല്ല ആവശ്യമുണ്ട്. മുകളിലത്തെ സ്റ്റോറേജിലും ഓരോന്ന് സോർട്ട് ചെയ്ത് വെക്കുന്നത് പല രീതിയിലാണ്. പല രീതിയിൽ. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചുകൂടി ഇതായി. ഒരു സ്റ്റാക്ക് നിറങ്ങി 2 സ്റ്റാക്ക് വരെ സ്റ്റോണുകൾ തുടങ്ങി. സ്റ്റോൺ മൈനിങ് കുറച്ച് ഇതാണ്. വുഡിൻ്റെ ഒന്നും ഞാൻ വെച്ചില്ല. വുഡിക്ക് നിറയുണ്ട്. ഈ വെപ്പൺസിൽ ഞാൻ കുറേ വെപ്പൺസൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. നമ്മളെ വാൽബിൾ ചെസ്റ്റിൽ ഞാൻ ഇപ്പോൾ വെച്ചുള്ളത് അയണിൻ്റെ ലോഗാണ്. ഇത് മാറ്റിയിട്ട് ഞാൻ തൽക്കാലം നമുക്ക് ഡയമണ്ടിനൊക്കെ കുറച്ചുകൂടി ഇതാവും. നമ്മളെ ഫുഡ് എന്ന് വെച്ചാൽ നാച്ചുറൽ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ട്രീൻ്റെ സാപ്ലിങ്സ്, അങ്ങനത്തെ സാപ്ലിങ്സ്, വീറ്റ് സാപ്ലിങ്സ്, അങ്ങനെ നാച്ചുറൽ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കിട്ടിയാൽ നമ്മൾ ഈ ജസ്റ്റിൽ വയ്ക്കും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഗോബിൾ സ്റ്റോൺ അല്ലേ, അപ്പോൾ ഇവിടെയും ഗോബിൾ സ്റ്റോൺ തന്നെ. അങ്ങനെയാണ് ഇതും കമ്പൈനായിട്ടാണ്. ഇവിടെ വെക്കാൻ സ്ഥലമില്ല ഓൾറെഡി. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഡിസൈനൊന്നും കിട്ടിയില്ല. ഇവിടെ ഇങ്ങനത്തെ ഫെൻസാണ് വെച്ചിട്ടുള്ളത് ഗ്ലാസ്സിന് ആരോ. ഒക്കെ പോയില്ല. അവിടെ സ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ഫർണസ് ഉണ്ടാക്കാം. സൂപ്പർ ഫർണസ് അല്ല, ഒരു തരം സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാൻ പോവാണ്. സൂപ്പർ ഫർണസ് എന്നല്ല, സൂപ്പർ സ്മെൽറ്റർ. അപ്പോൾ നമുക്ക് സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാം. എത്ര സാധനങ്ങൾ ട്യൂട്ടോറിയലൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഓഫ്ലൈനിൽ ഇരുന്നിട്ടല്ല, ഇത് വീടുണ്ടായിട്ടും കാണിച്ചു തരാം. അത് തന്നെ നമുക്ക് 2 ലിവർ വേണം. ഒരു സ്റ്റാക്ക് ഒരു ബ്ലോക്ക് വേണം. നമുക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് യൂസ് ചെയ്യാൻ. ഞാൻ അപ്പോൾ ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്, കോബ്ലിസ്റ്റോൺ ബ്രിക്ക്. പിന്നെ പവേർഡ് റെയിൽ വേണം. ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് എടുക്കാൻ. അടുത്ത നമ്മുടെ ഹോപ്പർക്ക് എത്ര മണി ഉണ്ടാക്കാം, അത്ര എളുപ്പമാണ്. അടുത്ത് നമ്മളെ മൈൻക്രാഫ്റ്റ് വിത്ത് ചെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ റെയില് 5 ഫർണസ്, 2 റെയിൽ വേണ്ട, സാധാ റെയില്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടായിട്ട് കാണാം. കാരണം ഒരു ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് അത്ര ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഇനി ഉണ്ടാക്കിയിട്ട് കാണാം. നമ്മൾ ലാസ്റ്റ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇവിടെ ഒരു ലിവറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മൈൻകാർട്ട് വിത്ത് ചെസ്റ്റ് വെക്കുക. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താണ് സ്മെൽറ്റ് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് ഈ ബട്ടൺ ഇവിടെ വയ്ക്കേണ്ടത്. ബട്ടൺ ഇവിടെ എല്ലാ കേസ് വെക്കേണ്ടത് വേറെ സ്ഥലത്താണ്. ഇവിടെ വെക്കേണ്ടത്.
ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വല്ല ഇന്ത്യയിൽ ഉണ്ടാകുന്ന നോക്കിയോട്ടെ. കോള് നമുക്ക് വുഡും സ്മെൽറ്റ് ചെയ്താലോ? വുഡും അപ്പം ചാർക്കോൾ കിട്ടൂലേ? സ്മെൽറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ വർക്ക് ചെയ്യാന്നറിയില്ല, നോക്കട്ടെ. അന്ന് എൻ്റെ വേറെ ഇതിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ 2 സാധനം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മോട്ടർ കണക്റ്റാണല്ലോ. ഒന്നുകൂടെ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് വരാം. എന്തായിരുന്നു ട്യൂട്ടോറിയൽ കാണിച്ചിരുന്നു? ഗൈസ്, അപ്പോൾ നമ്മൾ സംഭവം മനസ്സിലായിട്ടുണ്ട്. ഈ മൈൻകാർട്ടിലെല്ലാം ഇടുന്നുണ്ട് ഇങ്ങോട്ടാണ് കുറേ ദിവസമായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂവൽ ആദ്യം നമുക്ക് ഫ്യൂവല് എല്ലായിടത്തും നിറയ്ക്കുക. ഒന്നൊന്നായിട്ട് നിറയ്ക്കുക. ആദ്യം ഞാൻ ഒന്നൊന്നായിട്ട് നിറയ്ക്കുകയാണ്. ഒന്നിൽ ഇത് നിറച്ച് ഇനി ഫുള്ള് ഞാൻ കോൾ മൈനിങ് ചെയ്യാൻ പോകുന്നു. കോള് ആവശ്യം വരും, അല്ലെങ്കിൽ കെൽപ്പ്. കോള് അല്ലെങ്കിൽ കെൽപ്പ്, അതിൽ ഏതെങ്കിലും പറഞ്ഞാൽ ഞാൻ മൈൻ ചെയ്യാൻ പോവാണ് ഗൈസ്. കോള് അല്ലെങ്കിൽ കെൽപ്പ്. ഇത് ഓൾറെഡി കത്താൻ തുടങ്ങിയ. ഇനി നമ്മൾ കത്തലോടോ, ഞാൻ കത്തിച്ചല്ല ഗൈസ്, തന്നെ കത്തുന്നതാണ്, തന്നെ കത്തുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്മെൽറ്റ് ചെയ്യേണ്ട സാധനം ഇതിക്ക് ഇടുക, എന്നിട്ട് അയക്കുക. ഓഫ് ചെയ്യുക. അതിൻ്റെ അകത്തെ വുഡ് കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. ഇത്തെ ട്യൂട്ടോറിയൽ ഒരു മലയാളി യൂട്യൂബറാണ്, KV ഗെയിമർ, അങ്ങനത്തെ ഏതോ യൂട്യൂബറാണ്. ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ പണ്ടൊരു ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്, സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ആളുടെ വീഡിയോ നോക്കിയാണ്. അതേ സ്മെൽറ്റർ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നുള്ളത്. എനിക്ക് ആ സ്മെൽറ്റർ എന്തോ നല്ല ഈസി ആയിട്ട് തോന്നി. അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഞാൻ പകുതി മൈൻ ചെയ്ത് കോള് കൊണ്ട് കുളിച്ചിരിക്കും. കോൾ എന്തായാലും നല്ല ആവശ്യമുണ്ട്. കോള് നല്ല ആവശ്യമുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മളുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.